മഴത്തോരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മനു ആണെങ്കിൽ അലീനെ വിളിക്കുകയാണ്. അപ്പോൾ അലീനെ ഫോൺ എടുത്ത് വിട്ട് ചോദിക്കണേ, എന്താ മനുവേട്ടാ ഒരു പതിവില്ലാതെ ഫോൺ വിളിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഇവിടെ ഇരുന്നപ്പം നിന്നെ ഒന്ന് വിളിക്കാൻ തോന്നിയെന്ന് മനു പറയാണ്. മനൊരു പതിവില്ലല്ലോ എന്നെ വിളിക്കുന്നത്. അപ്പോൾ മനു പറയാണ്, കഴക്കൂട്ടത്ത് വന്ന് മുത്തശ്ശൻ്റെ കൂടെ കഴക്കൂട്ടത്ത് വന്ന് അവിടെ വെച്ച് ഞാനൊരു പെണ്ണിനെ കണ്ട്. അതോടെ എൻ്റെ ജീവിതം മാറി മറിഞ്ഞു. ഇപ്പം പുതിയ ശീലങ്ങൾ പലതും ഉണ്ട് എന്ന് പറയുകയാണ്. ഇതിലൊരു ശീലമാണ് ഇതെന്ന് പറയുകയാണ്. എന്താ ഞാൻ നിന്നെ വിളിക്കുന്നില്ല, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് മനു അലീനയെ എടുത്ത് ചോദിക്കുകയാണ്. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയാണ്. അല്ലെങ്കിലും ഞാൻ നിൻ്റെ മുറച്ചിറക്കനല്ലേ, നിന്നെ കല്യാണം കഴിക്കാനുള്ള ആൾ. അപ്പം എനിക്ക് നിന്നെ വിളിക്കാം, അതിനൊരു കുഴപ്പവുമില്ല എന്ന് മനു പറയുകയാണ്. അപ്പം അലീന ചോദിക്കുകയാണ്, അതെല്ലാം തന്നെ അങ്ങ് തീരുമാനിച്ചോ? അപ്പോൾ മനു പറയാണ്, ഇനി എന്ത് തീരുമാനിക്കാൻ, നിൻ്റെ സമ്മതം മതിയായിരുന്നല്ലോ, അതെനിക്ക് കിട്ടി, ഇനി നമ്മളങ്ങ് തീരുമാനിച്ചാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. പിന്നെ കാര്യം ബാലേന്ദ്രൻ അങ്കിളെടുത്ത് പറഞ്ഞ അങ്കിള് പിന്നെ നമ്മുടെ കല്യാണം നടത്തി തരും എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്ക് അലീന ചിരിക്കുകയാണ്. അലീന എന്നിട്ട് പറയാണ്, അവിടെ കമലാൻ്റെ എന്നെ അറിഞ്ഞു കഴിഞ്ഞാലേ മനുവേട്ടൻ്റെ തലയടിച്ച് പൊട്ടിക്കും. ഇത് കുഴപ്പമില്ല, അത് അച്ഛനറിയുമ്പം വലിയ പ്രശ്നം ഉണ്ടാവത്തില്ല. പണ്ടായിരുന്നെങ്കിൽ അതൊരു വലിയ പ്രശ്നമായിരുന്നു. ഇപ്പം അച്ഛൻ വലുതായിട്ടൊന്നും പറയത്തില്ല. അച്ഛനറിയാം അച്ഛൻ്റെ പെങ്ങളുടെ മോളാന്ന്. എന്നിട്ട് മനു ചോദിക്കണം, നീ അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എനിക്കിവിടെ എന്താ പ്രത്യേകിച്ച് ജോലി, ഞാനിവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലേ എന്ന് മനു ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയാണ്, എനിക്കെന്താ മനുവേട്ടനോട് പ്രത്യേകിച്ച് പറയാനുള്ളത്? ഒന്നും പറയാനില്ലെന്ന് അലീന പറയുകയാണ്. എനിക്ക് പറയാനുള്ളത് അടുക്കള ജോലിയുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല എന്ന് മനുവിനോട് പറയുകയാണ് അലീന. അന്നേരം ബാലേന്ദ്രൻ അങ്കിളും കൃഷ്ണമോളും എന്ത് ചെയ്യുന്നു മനു ചോദിക്കുകയാണ്. അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അമ്മയെ കാണാൻ. എന്നാലും അച്ഛൻ എന്നും പോയി അമ്മയെ കാണും, അമ്മയുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. അങ്ങനെ പോകാനായിട്ട് ഒരുങ്ങിയ ഇന്ന് കൃഷ്ണമോളും കൂടെ ചെല്ലുന്നെന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് മനുവിനോട് അലീന പറയാണ്. നിനക്ക് അമ്മയെ കാണണമെന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ എന്നെ മാഡം ഓട്ടിക്കും, അതുകൊണ്ട് ഞാൻ പോകത്തില്ല. വെറുതെ എന്തിനാ, അങ്ങോട്ട് ചെന്നാലും കാണാനും സമ്മതിക്കത്തില്ല, വെറുപ്പും ദേഷ്യവും കാണിപ്പാ, പിന്നെ എന്തിനാ പോകുന്നതെന്ന് അലീന ചോദിക്കുകയാണ്. എന്ന് പറയാണ്, നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും, ഞാനില്ലേ ഇവിടെ, നിനക്ക് ആരില്ലെങ്കിൽ ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് മനു പറയാണ്. അപ്പം പണ്ടത്തെക്കാർക്ക് സ്വാതന്ത്ര്യമുണ്ട് എനിക്ക് നിന്നോട്. പണ്ട് ഞാൻ നിന്നെ കഴക്കൂട്ടത്തു നിന്ന് കൊണ്ടുവന്ന ഒരു അധികാരം മാത്രമേ ഉള്ളായിരുന്നു. ഇപ്പം അതേപോലെയല്ലേ, ഇപ്പം നീ എൻ്റെ മുറപ്പെണ്ണ, അപ്പം അതിൻ്റേതായ സ്വാതന്ത്ര്യം കൂടെ ഉണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. ഓഹോ അങ്ങനെയാണോ എന്ന് അലീന ചോദിക്കുന്നുണ്ട്. മനു ചോദിക്കുകയാണ്, അങ്ങനെ അല്ലയോ, നിനക്ക് എന്തും എന്നോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കുകയാണ് മനു. അപ്പോൾ അലീന പറയുന്നുണ്ട്, എല്ലാം തുറന്നു പറയാൻ ഒരാളുള്ളത് ഏറ്റവും വലിയ കാര്യമാണ്. മനുവേട്ടനെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നതെന്ന് അലീന പറയാണ്. എന്നിട്ട് അലീന പറയാണ്, ഞാൻ ഫോൺ വെക്കുക, അല്ലെങ്കിൽ അടപ്പത്തിരിക്കുന്ന എല്ലാം കരിഞ്ഞു പോകും എന്നും പറഞ്ഞ് ഫോൺ വെക്കുവാണ്. അപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ മനുവിനോട് നന്നായിട്ട് സംസാരിക്കുന്നതൊക്കെ മനുവിന് ഭയങ്കര സന്തോഷം നൽകുന്നുണ്ട്. മനു ഇങ്ങനെ കടന്ന് സ്വപ്നം കാണുവാണ്. അലീനയുടെ ഫോട്ടോയൊക്കെ നോക്കുന്നുണ്ട്. ഭയങ്കര സന്തോഷത്തോടെ അലീന ഇങ്ങനെ ആലോചിച്ച് കിടക്കുവാണ് മനു. സമയത്ത് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ് കൃഷ്ണമോളും ബാലേന്ദ്രനും കൂടെ. അങ്ങനെ വൈജയെ കയറി കാണുന്നുണ്ട് അവർ രണ്ടുപേരും കൂടെ. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പം? കുഴപ്പമില്ല, ഡോക്ടർ എന്തോ പറഞ്ഞ്, അത് കുറച്ച് നാളും കൂടെ ഈ ഒരു കിടപ്പിൽ കിടക്കേണ്ട വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് വൈജ പറയുകയാണ്. അപ്പോൾ ഒരു കവറെടുത്ത് ബാലേന്ദ്രൻ നേരെ വൈജ നീട്ടുന്നുണ്ട്. അപ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ഇതെന്താ? അത് ഇന്നലെയാണെങ്കിൽ എൻ്റെ ആങ്ങളമാരുടെ കയ്യിൽ നിങ്ങളൊരു ബില്ല് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഹോസ്പിറ്റൽ ബില്ല്, അതവരെൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചായിരുന്നു. അതിനകത്ത് എഴുതിയേക്കുന്ന എമൗണ്ട് മൊത്തവും താണ്ട് ഇതിനകത്ത് ചെക്കിനകത്ത് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങൾ മാറിയെടുത്തോളാൻ പറയുകയാണ് എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ നേരെ നീട്ടുകയാണ്. ഇത് കാണുമ്പോഴത്തേക്ക് കൃഷ്ണമൊക്കൊരു സങ്കടമൊക്കെ വരുന്നുണ്ട്. ഇന്നാ പിടിച്ചോ എന്ന് വൈജ ബാലേന്ദ്രൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറയുകയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, കൃത്യമായ കണക്ക് തന്നെ അതിനകത്ത് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിനകത്ത് എത്ര എമൗണ്ട് എഴുതിയിട്ടുണ്ട്, ഇതിനകത്ത് എഴുതിയിട്ടുണ്ടെന്ന് വൈജ പറയുകയാണ്. ഇതോടെ ഞാൻ നിങ്ങളും തമ്മിലുള്ള കടം അങ്ങ് വീട്ടിൽ തീരുമല്ലോ, പിന്നെ എന്നെ ചികിത്സിച്ചതിൻ്റെ പേരിൽ നിങ്ങൾ എന്നോട് ഒന്നും പറയാൻ വരത്തില്ലല്ലോ എന്ന് പറയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയാണ്, നിനക്ക് എന്നോടുള്ള കടം ഈ ജന്മത്തിൽ വീട്ടിൽ തീർക്കാൻ പറ്റത്തില്ല. അപ്പം വൈജ പറയാണ്, എനിക്ക് നിങ്ങളോട് വേറെ കടമോ കണക്കുകളോ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളെന്ന എൻ്റെ ഓർമ്മ, അത് ഈ ചെക്കിനകത്തുണ്ടെന്ന് വൈജ പറയാണ്. അപ്പം ബാലേന്ദ്രൻ പറയാണ്, പൈസ കൊണ്ടുള്ള കണക്കുകൾ മാത്രമല്ലാതെ മറ്റെന്തെങ്കിലും കണക്കുണ്ടെന്ന് നീ ഈ കിടപ്പിൽ കിടന്നൊന്ന് ആലോചിച്ച് തീർക്ക്. നിനക്ക് എന്നോടുള്ള കണക്കുകൾ ഈ ജന്മം വീട്ടിൽ തീർക്കാൻ പറ്റത്തില്ല, അത് ഇടയ്ക്കൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ കിടപ്പിൽ
അതൊക്കെ കഴിഞ്ഞു പോയ കാലമൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓർമ്മ വരും എന്നോടുള്ള എന്തൊക്കെ കണക്കുകൾ നീ എനിക്ക് വീട്ടാനുണ്ടെന്നും നമ്മൾ തമ്മിൽ എന്തൊക്കെ കണക്കുകളുണ്ടെന്ന് അപ്പോൾ ഓർമ്മ വരും എന്ന് പറയാണ്. എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, അമ്മ ഒരിക്കലും നന്നാവത്തില്ലെന്ന് തന്നെ തീരുമാനിച്ചു. ഈ കിടപ്പിലും അമ്മയ്ക്ക് അച്ഛനോടുള്ള വിരോധവും വൈരാഗ്യവും മാത്രമേ ഉള്ളൂ. അങ്കിളുമാരുടെ മനസ്സ് വരെ മാറി. അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എല്ലാവരോടും ദേഷ്യവും വെറുപ്പും വിരോധവും. ഈ സമയത്തൊക്കെ അച്ഛൻ മാത്രമായിരുന്നു എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ വന്ന് നിന്ന് അമ്മയുടെ കാര്യം അന്വേഷിച്ചതും എല്ലാം ചെയ്തത്, ഇതിനു വേണ്ടിയെല്ലാം പൈസ ചിലവാക്കിയതും എന്ന് കൃഷ്ണമോള് പറയാണ്. അപ്പോൾ വൈജ പറയാണ്, നീ കൂടുതൽ അച്ഛനെ നല്ലവനാക്കല്ലേ. അന്ന് ചിലവാക്കിയ പൈസയുടെ കണക്കാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ആ മനുഷ്യൻ എന്നോട് അത് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൃഷ്ണമോള് പറയാണ്, അമ്മ ഈ ഹോസ്പിറ്റലിൽ വിട്ടാൽ നേരെ കൊല്ലപ്പള്ളിയിലേക്കോ വാടക വീട്ടിലേക്കോ മാറുന്നെന്നാണ് പറഞ്ഞത്. അപ്പം എന്തിനാ അന്നേരം അച്ഛൻ പൈസ ചിലവാക്കുന്നതെന്ന് അച്ഛൻ ചോദിച്ചൊരു ന്യായമില്ലേ. അമ്മ അച്ഛൻ്റെ ഭാര്യയായി നേരെ ഞങ്ങളുടെ അമ്മയായി ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അച്ഛൻ പറഞ്ഞത് അച്ഛൻ പൈസ അടയ്ക്കണമെന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ച് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിച്ച് വേറെ വീട്ടിലേക്ക് പോകുന്ന അമ്മയുടെ ഹോസ്പിറ്റൽ ബില്ല് അച്ഛൻ അടയ്ക്കുന്ന എന്തിനാന്ന് അച്ഛൻ ചോദിക്കുന്നത് ന്യായമല്ലേ എന്ന് കൃഷ്ണമോള് ചോദിക്കുകയാണ്. വൈജ പറയാണ്, നീ ഒന്ന് പോയാൽ, നീ എന്ത് പറഞ്ഞാൽ നിൻ്റെ അച്ഛനെ ന്യായീകരിക്കുന്ന നിൻ്റെ സംസാരം എനിക്ക് കേൾക്കണ്ട. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊക്കോ, അതാ നല്ലത്. എനിക്ക് ഇച്ചിരി സ്വസ്ഥത വേണം എന്ന് പറയാണ്. അപ്പോൾ കൃഷ്ണമോള് പറയാണ്, അമ്മ ഇനി ഒരിക്കലും നന്നാവത്തില്ല. അമ്മയുടെ സ്വഭാവം എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നും പറഞ്ഞ് കൃഷ്ണമോള് അങ്ങ് ദേഷിച്ച് പോവുകയാണ്. അപ്പോൾ ഇതും കൂടെ കേൾക്കുമ്പോഴത്തേക്ക് വൈജയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെ ആലോചിച്ചിങ്ങനെ കിടക്കുകയാണ് വൈജ. എന്തുവായാലും വൈജയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. വൈജ ഇപ്പോഴും വാശിയും വൈരാഗ്യത്തിൽ തന്നെയാണ്. അലീനയോടുള്ള ദേഷ്യമാണ് ഏറ്റവും, പിന്നെ ബാലേന്ദ്രനോടുള്ള ദേഷ്യവും വെറുപ്പും.